പുതിയ എല്ലാ മച്ചന്മാർക്കും കൂടി സ്വാഗതം. ഗൈസ്, ഇത് നമ്മൾ കുറേ നാൾക്ക് ശേഷം വീട്ടിലേക്ക് നോക്കൂ. നമ്മൾ ബിസിയായിരുന്നു, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഗൈസ്, ഇന്ന് ഈസ്റ്ററാണ്. എല്ലാ മച്ചന്മാർക്കും ഈസ്റ്റർ ആശംസകൾ. നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാൻ പോകുന്നു. പുതിയൊരാളിനെ കിട്ടി, ലെവലോസ്കിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെവലോസ്കി ഗോൾ കീപ്പറിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗോൾ കീപ്പറിന് ഇവനാക്കിയിട്ടുണ്ട്, സിൽവ. പോർച്ചുഗൽക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ആരാണ് ഗൈസ്? ഏതൊരു ടീമാണ് ഗൈസ്? നമ്മുടെ സബ് ഇവരൊക്കെയാണ് സബ്ബൊക്കെ. നമുക്ക് നേരെ മുമ്പൊരു കാര്യം നോക്കാം. സല ഫോമിലല്ല, സാരില്ല, കളിപ്പിക്കാം. സലക്ക് ഒരാളൊക്കെ കിട്ടും. സാരില്ല, നമുക്കിപ്പോൾ തൽക്കാലത്ത് കളിക്കാം. അവരുടെ സ്ക്വാഡ് നോക്കാം. അവരുടെ ബോറാണല്ലോ, അവരുടെ സ്ക്വാഡ് ബോറാണ്. നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ സാരമില്ല. വേണമെങ്കിൽ നമുക്ക് പെനാൽറ്റിക്ക് വയ്ക്കാമായിരുന്നു, പക്ഷേ വേണ്ട എന്ന് വിചാരിച്ചിട്ടേ ആണ് പെനാൽറ്റിക്ക് വയ്ക്കാത്തത്. പിന്നെ എക്സ്ട്രാ ടൈമും ഉണ്ടാവും, 120 മിനിറ്റൊക്കെ അങ്ങനെ ഉണ്ടാവും. 120 മിനിറ്റ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാവും ശരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺട്രോൾ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ. അതാണ് ഗൈസ്, ആദ്യം തന്നെ ഒരു ടേക്കാണ്. മെസ്സി ലയണൽ മെസ്സി ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ്, നിങ്ങൾ നോക്കൂ. കാണിച്ചില്ല റീപ്ലേ. ഗൈസ്, ഗിവിവിച്ച് നമ്മുടെ ആദ്യത്തെ ഗോൾ അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഗോൾ നമ്മുടെ ഗിവിവിച്ച് അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഭാഗ്യം സ്ഥലം. ഓഫ് സൈഡ് ആയിരിക്കുന്നു ഗൈസ്. അത് ഒരാവശ്യം ഉണ്ടായില്ല അങ്ങനെ കൊടുക്കാൻ. ഞങ്ങൾ ഓർത്തില്ല അത് ഓഫ് സൈഡ് ആണ്. അതാണ് ഗൈസ്. കിട്ടി. സ്കില്ലൊക്കെ കാണിക്കണ്ടല്ലോ. അവിടെ സ്ഥലം കിട്ടിയില്ല, ഗ്യാപ്പ് കിട്ടിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ എടുത്തേനത്. സെൻറ്റോ അയ്യോ, ജസ്റ്റ് മിസ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചപ്പോൾ?
എനിക്ക് മനസ്സിലായില്ല ഇവിടെ സംഭവിച്ചെന്താണ്. മനസ്സിലായില്ല എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലെവലോസ്കി രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. രണ്ടാമത്തെ ഗോൾ നമ്മുടെ ലെവലോസ്കി അടിച്ചിരിക്കുന്നു. എന്താണ് സ്പീഡ് കിട്ടാത്ത? ഗൈസ് മൂന്നാമത്തെ ഗോളും ലെവലോസ്കി എങ്ങനെ അടിച്ചിരിക്കുന്നു. ഈ വീഡിയോ ആണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓഫ് സൈഡ്, ഓഫ് കോഴ്സ് ഓഫ് സൈഡ്. മെസ്സിക്ക് കൊടുത്താലും ശരി, മെസ്സിക്ക് കൊടുത്താലും പ്രശ്നമാണ്. മെസ്സി നാലാമത്തെ ഗോളടിക്കാൻ സമ്മതിക്കുക. നാലാമത്തെ ഗോളടിക്കാനും സമ്മതിക്കില്ല. അത് മെസ്സി. അങ്ങനെ മെസ്സി നാലാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. നേരത്തെ ഫസ്റ്റ് ഹാഫിൽ അടിക്കാൻ നോക്കിയപ്പോൾ അപ്പം ഹാഫ് ടൈം കളിക്കുക, ഇപ്പം അടിച്ചില്ലല്ലോ. സെൻജോ അഞ്ചാമത്തെ ഗോൾ അടിച്ചിരിക്കും. അങ്ങനെ സാൻജോ അഞ്ചാമത്തെ ഗോൾ അങ്ങനെ അടിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെ ഉദ്ദേശിച്ച അഞ്ചാമത്തെ ഗോളില്ല, ഈ മാച്ചിലത്തെ അഞ്ചാമത്തെ ഗോൾ അങ്ങനെ അടിച്ചിരിക്കുന്നു. സാൻജോൻ്റെ ആദ്യത്തെ ഗോളാണിത്. നട പോയി സാലയുടെ. മെസ്സിനാണ് കേസ് ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകണം. ഇതെന്താണ് പ്രശ്നം? എന്തായി? ചെറിയൊരു ഫോണുണ്ട്. ലയണൽ മെസ്സി ആറാമത്തെ ഗോൾ ടീമിന് വേണ്ടി അടിച്ചിരിക്കുന്നു. മെസ്സിയുടെ രണ്ടാമത്തെ ഗോൾ ചെയ്യാം. ശരി, എത്ര മിനിറ്റ് ആയി? 70.
ലെവലോസ്കി എടുക്കട കേറ്റിക്കൊണ്ടോ കണ്ടില്ല ഗൈസ്, കേറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കൊരു നമുക്ക് ലെവലോസ്കിനെ മാറ്റി അവർ നിങ്ങളെ കൊണ്ട് ഗോളടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കേറ്റിക്കൊണ്ടോ എന്ത് വട്ടങ്ങ എന്ത് കാര്യം ഇത് ഫൗളാണോ? ഫൗളി അത് ഫൗളല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ടായ ഗായ്സ്, അങ്ങനെ ഈ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഒരു മാച്ചും കൂടി ഇതിലുണ്ട്, കുറേ നാളായില്ലേ, അതുകൊണ്ട് ഒരു മാച്ചും കൂടി ഞാൻ കളിച്ച് കാണിക്കാം. ഒരു മാച്ചും കൂടി ഉണ്ട്. നമുക്ക് മാച്ചിലേക്ക് കടക്കാം. ആരാണ്? ഇറ്റലി. കുഴപ്പമില്ല, നമുക്കിത് കാണാം. ഇങ്ങനെ എടുക്കട്ടെ, കുഴപ്പമില്ല. അവരുടെ നോക്കാം, അവരും കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ആളെയാണ് സൂക്ഷിക്കേണ്ടത്. എൻ്റെ പേരെന്തായിരുന്നു മറന്നു. ഭയങ്കര ആളെ, ഫ്രണ്ടിലത്തെ ആളെ ഭയങ്കര സൂക്ഷിക്കണം. നമുക്ക് നേരെ മാച്ചിലേക്ക് കടക്കാം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. എന്ത് മണ്ടത്തരോടെ കാണിച്ചേക്കണോ? ഭാഗ്യം കിട്ടി. ഫ്രണ്ടിലത്തെ ആളെ സൂചിക്കണം പറഞ്ഞില്ലേ, അവൻ അടിച്ച ഗോളാണ്, അതാണ് പ്രശ്നം. നമ്മളെ ഗോൾ കീപ്പർ പിന്നെ കുഴപ്പമില്ലാത്ത ഗോൾ കീപ്പർ ആയതുകൊണ്ട് സേവ് ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല, സേവ് ചെയ്യും ഇല്ലെങ്കിൽ ഗോളടിക്കും. കളിയിലൊക്കെ ശരിക്കും അങ്ങനെ അവൻ സല സലയുടെ നല്ലൊരു മുന്നേറ്റമാണ് ഗൈസ്. അത് സലയുടെ നല്ലൊരു മുന്നേറ്റമായിരുന്നു.
എൻ്റെ മോനെ ഗോൾ ബാക്ക് ഫ്ലിപ്പ് ഗോൾ. എൻ്റെ മോനെ ഉഗ്രം ഗോളായിരുന്നു ഗൈസ് അത്. ജിസ്സിൻ്റെ ഗൈസ്. എൻ്റെ മോനെ ബാക്ക് ഫ്ലിപ്പ്. എൻ്റെ മോനെ സൂപ്പറായിരുന്നത്. എനിക്ക് ഗോളും അങ്ങനെ ലെവലോസ്കി ഗോളാണ് വിചാരിച്ചു കഴിച്ചത്. നല്ലൊരു മുന്നേറ്റായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നു. ഓ പോസ്റ്റ് തണ്ടിട്ടാണ് കഴിച്ചത് പോയത്. മെസ്സി 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 മെസ്സി. ഇതെന്താ ഇങ്ങനെയാ? ലെവലോസ്കി ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെ ഗോൾ ലെവലോസ്കി. എനിക്ക് വിഷമം, ഇപ്പോഴത്തെ വിഷമം എന്താ വെച്ചാൽ റൊണാൾഡോ പോയി, അതാണ് ഒരു വിഷമം. അറിയാതെ ട്രെയിനിങ് സെക്ഷനിൽ കൊണ്ടുപോയി. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടെ ഗൈസ് അതെങ്ങനെയാണെന്ന്. അത് നേരെ ഇങ്ങനെയാ വേണ്ട, പിന്നെ എടുക്കണ്ടേന്ന്. ലെവലോസ്കിയുടെ ഒരു മുന്നേറ്റം ഗൈസ്. ലെവലോസ്കി ടീമിന് വേണ്ടി 4ാമത്തെ ഗോൾ അങ്ങനെ എടുത്തിരിക്കുന്നു. ടീമിന് വേണ്ടി ലെവലോസ്കിയുടെ 2ാമത്തെ ഗോൾ. എൻ്റെ മോനെ ജസ്റ്റ് മെസ്സി. ലെവലോസ്കി അങ്ങനെ 5ാമത്തെ ഗോൾ ലെവലോസ്കി ടീമിന് വേണ്ടി എടുത്തു കൊടുത്തിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 5 ഗോൾ അടിച്ചിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു 5 ഗോൾ അടിച്ചാൽ 10 ഗോളാണ് ഗൈസ്. സൂപ്പറായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ 5 ഗോൾ, ഇറ്റലി 0. പൊസിഷൻ അവർ ഷോട്ട് നമ്മൾ, ഫൗളും ഓഫ് സൈഡ് 0-0, കോർണർ നമ്മൾ, ഫ്രീ കിക്ക് 0-0, പാസ് കംപ്ലീറ്റഡ് അവർ, ക്രോസ് 0-0, ഇൻ്റർസെപ്ഷൻ നമ്മൾ 2 അവർ 1, ടേക്ക് 3-2, നമ്മൾ 3 അവർ 2, സേവ് അവർ 1. ബോൾസിന് അവരെത്തിക്കാൻ നമ്മൾ ബോൾസൊക്കെ എടുത്തേക്കാണ്. ഈ ഒരെത്തിയാണ് അറ്റാക്കിങ് ഏരിയാസ് നമുക്ക് നേരെ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ, അവർക്ക് നേരെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നേരെയാണ്. സെൻജോ 8ാമത്തെ മിനിറ്റിലൊരു ഗോൾ അടിച്ച്, ജിസ് 16ാമത്തെ മിനിറ്റിലൊരു ഗോൾ അടിച്ച് സെൻജോൻ്റെ. ലെവലോസ്കി
31-ാം മിനിറ്റിൽ, ലെവലോസ്കി 34-ാം മിനിറ്റിൽ, ലെവലോസ്കി 45+1 മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. നമുക്കധികം വൈകാതെ മാച്ചിലേക്ക് പോവാം, സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. സോറി, ഇമ്പോസിബിൾ ആണ് എൻ്റെ മോനെ, ജസ്റ്റ് മിസ്. എടുക്കട, ഇപ്പം എടുക്കണ്ട. നല്ലൊരു ഫോള്, ഫൗൾ, സൂപ്പർ ഫൗൾ ഗിൽട്ടിൻ്റെ. ഗിൽട്ട് അത്യാവശ്യം നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. എനിക്ക് ആദ്യം ഐക്കോണിക്കിന്ന് കിട്ടിയ പ്ലെയറാണ്. ഞാൻ ഈ കളി തുടങ്ങിയപ്പോൾ തന്നെയും എനിക്കെന്തോ ഒരു ബോക്സ് വന്നു. ആ ബോക്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഗിൽട്ടിന്. ഐക്കോണിക് തന്നെ അടിച്ചു, ആദ്യത്തെ ഇത് തന്നെ ഐക്കോണിക് തന്നെ അടിച്ചു കഴിച്ചത്. ഐക്കോണിക് ആദ്യത്തെ തന്നെ അടിച്ചപ്പോഴാണ് എനിക്ക് ഗിൽട്ടിനെ കിട്ടിയത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ ഐക്കോണിക്കിൻ്റെ ബോക്സ് എടുത്തപ്പോൾ എനിക്ക് ജസ്റ്റ് അവർക്ക്, അപ്പം എനിക്ക് ഐക്കോണിക്ക് മെസ്സിനെ കിട്ടി. അത് ഐക്കോണിക്കല്ല, സോറി, എന്തോ ഒരു ബോക്സ് ഒന്ന്. അപ്പം അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് മെസ്സിന്. ആദ്യത്തെ മെസ്സിയാണത്. എൻ്റെ മോനെ ഒടുക്കത്തെ സീവായി പോയി. 5 ഗോളാ, ഇനി 5 ഗോൾ അടിക്കാൻ പറ്റൂല. ഗൈസ് 6 ഗോൾ അടിച്ചിരിക്കുന്നു, 6 ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലെവലോസ്കി 4 ഗോൾ. മിക്കവാറും മാൻ ഓഫ് ദ മാച്ച് ലെവലോസ്കി തന്നെയായിരിക്കും. ഹാട്രിക്കിൻ്റെ മേളിൽ പോയി. എടുക്കട അമ്മാരി എടുക്കും. ഓഫ്, ഫൗളായിരുന്നു. എന്നിട്ട് സ്വയം തന്നെ പറയണ എടുക്കടാ. മെസ്സി ലയണൽ മെസ്സി ടീമിന് വേണ്ടി 7ാമത്തെ ഗോൾ അങ്ങനെ എടുത്തിരിക്കുന്നു. അങ്ങനെ സാൻജോ 8ാമത്തെ ഗോൾ ടീമിന് വേണ്ടി എടുത്തിരിക്കുന്നു. 10 ഗോൾ അടിക്കാൻ പറ്റുമോ? എനിക്കൊരു ഇതൊക്കെയുണ്ട്, എടുക്കുന്നൊക്കെയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ചെയ്യണ്ട, ഇനിയൊന്നും വരത്തില്ല. അങ്ങനെ മെസ്സി ടീമിന് വേണ്ടി 9ാമത്തെ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. 10 ഗോൾ അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഷോ ജസ്റ്റ് മിസ്സിനാണ് അത് പോയത്. ഇല്ലെങ്കിൽ അത് എനിക്ക് ഗൈസ് നമുക്ക് 9 ഗോളെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ.
സോറി ഗൈസ് 10 ഗോൾ അങ്ങനെ അടിക്കാൻ പറ്റിയില്ല. സോറി നമുക്ക് 10 ഗോൾ അങ്ങനെ അടിക്കാൻ പറ്റിയില്ല. ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഗൈസ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ബൈ.